ഇന്ന് നമ്മൾ ചെയ്യുന്നത് പച്ചരി കൊണ്ട് വളരെ സോഫ്റ്റ് ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു പലഹാരമാണ് കേട്ടോ. ഞാനിവിടെ ഒരു ഗ്ലാസ് പച്ചരി 4 മണിക്കൂർ നേരം കുതിർത്തെടുത്ത് കഴുകി ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പിടി തേങ്ങ ചിരവിയതും ഒരു നുള്ള് ഉപ്പും 1/2 ഗ്ലാസ് ചോറും, അതായത് പച്ചരി എടുത്തതിൻ്റെ പകുതി ചോറും ചേർത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 3 ഏലക്ക പൊട്ടിച്ചിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു പലഹാരം എന്ന് പറയുമ്പോൾ ചെറിയൊരു മധുരത്തോടെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഈസ്റ്റൊക്കെ ഒന്ന് ഫെർമെൻ്റ് ആയിട്ട് വരണം. അപ്പോൾ ഞാനിവിടെ ഒരു 4 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് രാവിലെ ഉണ്ടാക്കണമെങ്കിൽ രാത്രി തന്നെ ഉണ്ടാക്കി വെക്കുക. ഒരു 8 മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ് കേട്ടോ. ഇനിയിപ്പോൾ വൈകുന്നേരം ഉണ്ടാക്കാനാണെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ, രാവിലെ കുറച്ച് നേരത്തെ തന്നെ മാവ് ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ഞാനിവിടെ 4 മണിക്കൂറാണ് വെച്ചത്. 4 മണിക്കൂറിന് ശേഷം തുറന്നപ്പോഴേക്കും മാവ് നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്റ്റീമറിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടും നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നെയ്യ് പുരട്ടിയിട്ടുള്ളത്. ഇതുപോലൊരു പ്ലേറ്റിൽ അതിലേക്ക് നമ്മുടെ ഈ ഒരു ബാറ്റർ ഒഴിച്ചിട്ട് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റോളം വെച്ചാൽ മതി കേട്ടോ. ആദ്യത്തെ ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക, എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൊത്തത്തിലൊരു 10 മിനിറ്റോളം ആവിയായിട്ട് എടുത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു പലഹാരം റെഡിയായിട്ട് കിട്ടും. ഒരു 10 മിനിറ്റിന് ശേഷം ഞാനിത് തുറന്നിട്ട് ഒരു സ്ക്യൂർ വെച്ചിട്ടൊന്ന് കുത്തി നോക്കുകയാണ് കേട്ടോ, വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ട് ചൂടൊക്കെ പോയതിന് ശേഷം നമുക്കിത് ഈ പ്ലേറ്റിൽ നിന്നും മാറ്റി കട്ട് ചെയ്ത് കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പോൾ തുറന്നിട്ട് മുകളിൽ കുറച്ച് അണ്ടിപ്പരിപ്പോ മുന്തിരിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്യാവുന്ന നല്ലൊരു പലഹാരമാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതുവരെ ഇതുപോലൊരു പലഹാരം ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ എൻ്റേതായ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയതാണ്. നമ്മൾ വട്ടയപ്പമൊക്കെ ചെയ്യുന്ന ആ ഒരു രീതിയിൽ കേട്ടോ. ശരിക്കൊരു പെർഫെക്റ്റ് വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ഒന്നും അല്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ടും ചെയ്തെടുക്കാം. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇത് വേണമെങ്കിൽ നമുക്ക് കറി കൂട്ടിയിട്ട് കഴിക്കാൻ, ചെറിയൊരു മധുരം ഉണ്ടാവും. അല്ലെങ്കിൽ വെറുതെ കട്ടൻ ചായയുടെ കൂടെ കഴിക്കാനും ടേസ്റ്റാണ് കേട്ടോ. ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. കൂടുതൽ വീഡിയോസിനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്